എൻ്റെ പേര് ഐഷ എന്നാണ്. തൃശ്ശൂർ നെഹ്റു നഗറിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു വീട് വെച്ച് ഞങ്ങളിവിടെ പുതിയൊരു വീട് വെച്ച് ഇവിടെ താമസമായപ്പോൾ ഞങ്ങളുടെ ഒരു 150 വയസ്സ് ഒരു കൊല്ലം പ്രായമുള്ള ഒരു മാവുണ്ട്. അതിനെന്തോ ഒരു കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ലൊരു മാങ്ങ ഉണ്ടായതാണ്. ഇത്തവണ എന്തോ ഒരു മാവൊന്നും കായ്ക്കുന്നില്ലായിരുന്നു. അപ്പം അതിന് എന്തെങ്കിലും ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ബിനു മാഷിനെ പറ്റി കേൾക്കാനിടയായത്. അദ്ദേഹം വന്ന് നോക്കി അതിനൊരു ശുശ്രൂഷകൾ ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ അതിൻ്റെ പ്രവർത്തനത്തിലാണ്. വേറെ എവിടെയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള പലതും ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇത് നന്നായിട്ട് വരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതിനെ സംരക്ഷിച്ചെടുക്കണമെന്ന് മകന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഇതിന് 150 വർഷമെങ്കിലും ഇതിന് പഴക്കം ഉണ്ടാവും. അപ്പോൾ അതിനെ കളയാൻ പാടില്ലല്ലോ, അതിങ്ങനെ നശിച്ചു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. വീടിപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് വെച്ച വീടാണ്. അപ്പോൾ അതിൻ്റെ മുൻപിലാണ് ഈ മരം നിൽക്കുന്നത്. അത് ഞങ്ങളുടെ നല്ലൊരു ഐശ്വര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അതിനെ സംരക്ഷിക്കണമെന്ന് മകൻ്റെ നിർബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള കാട്ടൂർ ഗ്രാമത്തിലാണുള്ളത്. ഇവിടെ പ്രിയോർ മാവ് ഉണ്ട്. ഈ പ്രിയോർ മാവിനെ സംബന്ധിച്ച് പ്രിയോർ മാവിന് ഒരു 150 വർഷം പഴക്കമുണ്ട്. ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൊറ്റായി വീട്ടിലാണുള്ളത്. അദ്ദേഹം മരണപ്പെടുമ്പോൾ തന്റെ കുടുംബവും ഈ മാവും സംരക്ഷിക്കപ്പെടണം എന്ന് മക്കളോട് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ക്ഷണം സ്വീകരിച്ചാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. മകൻ റഫീഖ് ആണ് എന്നെ ഈ വൃക്ഷായുർവേദം ചെയ്യണം ഈ മരത്തിന് എന്ന് പറഞ്ഞ് ക്ഷണിച്ചത്. ഈ മരത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ മുഴുവൻ ഇത്തിൽക്കണ്ണി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സാഹസമായി ഞങ്ങളുടെ 2 സുഹൃത്തുക്കൾ മാവിലെ ഇത്തിക്കണ്ണി നീക്കം ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ വൃക്ഷായുർവേദ കൂട്ട് ഈ മരത്തിൽ പ്രയോഗിക്കുന്നത്. ഇത് പ്രയോഗിച്ച 6 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും യൗവനാവസ്ഥയിലേക്ക് ഈ മരം തിരിച്ചു വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രിയോർ മാവ് നമുക്ക് കോട്ടയംകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ വിചക്ഷണനുമായിട്ടുള്ള ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, ചാവറയച്ഛൻ എന്നൊക്കെ ഞങ്ങൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മാവാണ് പ്രിയോർ മാവ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, വൃക്ഷം നടുകയാണെങ്കിൽ അത് പ്രിയോർ മാവ് നടണം. പ്രിയോർ മാവ് നട്ടു കഴിഞ്ഞാൽ തണലും കിട്ടും, ആഹാരവും കിട്ടും, വായുവും കിട്ടും. അതുകൊണ്ട് പ്രിയോർ മാവിന്റെ പ്രയോക്താവായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. അദ്ദേഹത്തിന്റെ തന്നെ പേരിൽ അറിയപ്പെടുന്ന ഈ മാവിനെ നമുക്ക് വൃക്ഷായുർവേദം ചെയ്യാൻ കിട്ടി എന്നത് ഒരു ഭാഗ്യമായി കരുതുകയാണ്.